സമാധാനം അല്ലേ? നമ്മളെല്ലാവരും ജീവിതത്തിൽ എവിടേക്കോ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ അതെവിടെയാ കിട്ടുക? എക്കാർട്ട് ടോളിന്റെ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകം പറയുന്നത് എന്താണെന്നറിയോ? ആ ഉത്തരം ദാ നമ്മുടെ തൊട്ടുമുന്നിലുണ്ട്, ഈ നിമിഷത്തിൽ തന്നെ. അപ്പൊ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ? ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. ഇപ്പൊ നിങ്ങളിത് കേട്ടോണ്ടിരിക്കുമ്പോഴും നിങ്ങളുടെ മനസ്സ് ശരിക്കും ഇവിടെ തന്നെയുണ്ടോ? അതോ ഇന്നലെ നടന്ന ആ സംഭവത്തിലാണോ? അല്ലെങ്കിൽ നാളെ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ടെൻഷനിലാണോ? സത്യം പറഞ്ഞാ നമ്മളിൽ മിക്കവരും ജീവിക്കുന്നത് നമ്മുടെ തലയ്ക്കുള്ളിലാ, അല്ലാതെ ഈ നിമിഷത്തിലല്ല, അല്ലേ? അപ്പോ എന്താണ് നമ്മളിങ്ങനെ ചിന്തകളിൽ പിടിച്ചു നിർത്തുന്നത്? അതാണ് നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത്. എങ്ങനെയാണ് നമ്മുടെ സ്വന്തം മനസ്സ് നമുക്ക് തന്നെ ഒരു ജയിലായി മാറുന്നത് എന്ന്. എക്കാർട്ട് ടോളെന്ന് കേൾക്കുമ്പോൾ നമ്മളൊരു ആത്മീയ ഗുരുവിനെ ഓർക്കുക, അല്ലേ? പക്ഷെ അദ്ദേഹം എപ്പോഴും ഇങ്ങനെ ആയിരുന്നില്ല. തന്റെ 29-ാം വയസ്സിൽ കടുത്ത ഡിപ്രഷനും കൊണ്ട് ജീവിതം മടുത്തൊരാളായിരുന്നു. ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ചിരുന്നൊരു രാത്രി അദ്ദേഹത്തിന്റെ തലയിൽ ഒരേ ചിന്ത ആവർത്തിച്ചുകൊണ്ടിരുന്നു: എനിക്ക് എന്നോടൊപ്പം ഇനി ജീവിക്കാൻ പറ്റില്ല. പെട്ടെന്നാണ് പുള്ളിക്കൊരു കാര്യം കത്തിയത്: എനിക്ക് എന്നോടൊപ്പം. അപ്പൊ ഇവിടെ രണ്ടുപേരുണ്ടോ? ആരാണീ ഞാൻ? എന്നോടൊപ്പം ജീവിക്കാൻ പറ്റാത്ത ആ സ്വത്വം ആരാണ്? ആ ഒരൊറ്റ ചോദ്യം, അതൊരു താക്കോല് പോലെയായിരുന്നു. തലയ്ക്കുള്ളിലെ നിർത്താതെയുള്ള ആ സംസാരം, ആ ബഹളം, അതങ്ങ് നിന്നു. ആ നിശബ്ദതയിൽ അദ്ദേഹം അനുഭവിച്ചത് പേടിയല്ല, മറിച്ച് അതുവരെയില്ലാത്തൊരു തരം അഗാധമായ സമാധാനമായിരുന്നു. ആ ഒരൊറ്റ അനുഭവത്തിൽ നിന്നാണ് ദ പവർ ഓഫ് നൗ എന്ന ലോകത്തെ മാറ്റിമറിച്ച പുസ്തകം ഉണ്ടാവുന്നത്. ടോൾ പറയുന്നത് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളുടെയും കാരണം ഒരൊറ്റ കാര്യമാണ്: സൈക്കോളജിക്കൽ ടൈം. എന്താണിതല്ലേ? സിമ്പിളാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചോർത്ത് വിഷമിക്കുക, വരാനിരിക്കുന്നതിനെക്കുറിച്ച് ടെൻഷനടിക്കുക. നമ്മുടെ മനസ്സിന്റെ ഒരു സ്ഥിരം പരിപാടിയാണിത്. സത്യം പറഞ്ഞാൽ ഇല്ലാത്തൊന്നിനെക്കുറിച്ചോർത്താണ് നമ്മൾ കിടന്ന് വേദനിക്കുന്നത്, അല്ലേ? പക്ഷേ ഒരു മിനിറ്റ്, ഇവിടെ ഒരു കാര്യം ക്ലിയർ ചെയ്യണം. ടോൾ പറയുന്നത് സമയം നോക്കരുത്, പ്ലാൻ ചെയ്യരുതെന്നൊന്നുമല്ല. മീറ്റിംഗിന് പോകാനും ട്രെയിൻ പിടിക്കാനുമൊക്കെ നമുക്ക് ക്ലോക്ക് ടൈം വേണം, അത്യാവശ്യമാണ്. പക്ഷെ വില്ലൻ മറ്റേയാളാണ്: സൈക്കോളജിക്കൽ ടൈം. ഭൂതകാലത്തെ കുറ്റബോധവും ഭാവിയെക്കുറിച്ചുള്ള പേടിയുമൊക്കെ ഉണ്ടാക്കുന്ന നമ്മുടെ മനസ്സിന്റെ ഒരു കളി. ഈ കളി കാരണം നമ്മൾ ജീവിക്കാൻ മറന്നുപോകുന്ന ഒരൊറ്റ കാര്യമുണ്ട്: ഈ നിമിഷം. നമ്മുടെ ജീവിതം യഥാർത്ഥത്തിൽ നടക്കുന്ന ഒരേയൊരു സമയം. അപ്പോ ഈ സൈക്കോളജിക്കൽ ടൈം എങ്ങനെയാ നമ്മളെങ്ങനെ വേദനിപ്പിക്കുന്നത്? അതിന് പിന്നിൽ രണ്ട് പ്രധാന കളിക്കാരുണ്ടെന്നാണ് ടോൾ പറയുന്നത്. ഒന്ന് ഈഗോ, രണ്ട് പെയിൻ ബോഡി. നമ്മുടെയൊക്കെ ഉള്ളിലല്ലേ ചെറുപ്പത്തിൽ കിട്ടിയ മുറിവുകൾ, വിഷമങ്ങൾ, ദേഷ്യം, അതൊന്നും എങ്ങോട്ടും പോയിട്ടില്ല. ടോൾ പറയുന്നതനുസരിച്ച് ഈ ദഹിക്കാതെ കിടക്കുന്ന വേദനകളെല്ലാം കൂടിച്ചേർന്ന് നമ്മുടെ ഉള്ളിലൊരു എനർജി ഫീൽഡ് പോലെ നിൽക്കുന്നുണ്ട്. അതിനൊരു പേരുമുണ്ട്: പെയിൻ ബോഡി. ഈ പെയിൻ ബോഡി ഒരു പാവത്താനായിട്ട് അവിടെ ഒതുങ്ങിക്കൂടിയിരിക്കുകയല്ല. അതിന് വിശക്കും. അതിന്റെ ഫേവറിറ്റ് ഫുഡ് എന്താണെന്നറിയോ? കൂടുതൽ വേദന. അപ്പൊ എന്തു ചെയ്യും? അത് നമ്മളെക്കൊണ്ട് ചുമ്മാ പ്രശ്നങ്ങളുണ്ടാക്കിക്കും, പഴയതൊക്കെ ഓർത്ത് വിഷമിപ്പിക്കും, മറ്റുള്ളവരോട് കയർക്കാൻ പ്രേരിപ്പിക്കും. നിങ്ങൾ പെട്ടെന്നൊരു കാരണവുമില്ലാതെ ദേഷ്യപ്പെടുകയോ സങ്കടപ്പെടുകയോ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചോ, ചിലപ്പോ അത് നിങ്ങളായിരിക്കില്ല, നിങ്ങളുടെ ഉള്ളിലെ ഈ പെയിൻ ബോഡി ആയിരിക്കും ആ സംസാരിക്കുന്നത്. ഇവിടെയാണ് ടോളിന്റെ ഏറ്റവും പവർഫുള്ളായൊരു ഐഡിയ വരുന്നത്. ജീവിതത്തിലെ വേദനയുണ്ടാകും, അത് സ്വാഭാവികമാണ്. പക്ഷെ ആ വേദനയെ ഒരു ദുരിതമാക്കി ഒരു സീരിയൽ കഥ പോലെ കൊണ്ടു നടക്കുന്നതാരാ? നമ്മുടെ മനസ്സാണ്. ചുരുക്കി പറഞ്ഞാല്, ദുരിതം ഒരു സംഭവമല്ല, അതൊരു ചോയ്സാണ്. നമ്മൾ അറിയാതെ എടുക്കുന്ന ഒരു ചോയ്സ്. അപ്പോ ഈ മനസ്സിന്റെ ജയിലിൽ നിന്ന്, ഈ പെയിൻ ബോഡിയുടെ പിടിയിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടും? അതിന് ഒറ്റ വഴിയേ ഉള്ളൂ. നമ്മൾ ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്തേക്ക് കടക്കുകയാണ്. ആ രക്ഷപ്പെടാനുള്ള വാതിലിന്റെ പേര് ഇപ്പോൾ. നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ലേ, സമയം അമൂല്യമാണ് എന്ന്. പക്ഷേ ടോളിന്റെ ഈ വാക്കുകളൊന്ന് കേട്ടുനോക്കൂ. സമയം ഒട്ടും വിലപ്പെട്ടതല്ല, കാരണം അതൊരു മിഥ്യയാണ്. നിങ്ങൾ യഥാർത്ഥത്തിൽ വിലപ്പെട്ടതായി കാണുന്നത് ഇപ്പോൾ എന്ന ഈ ഒരൊറ്റ നിമിഷത്തെയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. നിങ്ങളുടെ ഭൂതകാലം അതെവിടെയാ ഉള്ളത്? നിങ്ങളുടെ ഓർമ്മകളിൽ മാത്രം. ഭാവി അത് നിങ്ങളുടെ സങ്കല്പങ്ങളിലും. ഈ രണ്ടിനും നിങ്ങളുടെ ചിന്തകൾക്കപ്പുറം ഒരു നിലനിൽപ്പുമില്ല. പക്ഷെ ഈ നിമിഷമോ, ഇത് റിയലാണ്. നിങ്ങളുടെ ഈ ശ്വാസം, ഹൃദയമിടിപ്പ് എല്ലാം നടക്കുന്നത് ഇവിടെയാ, ഇപ്പോഴാ. ശരിക്കും പറഞ്ഞാൽ നമുക്കാകെ കൂടിയുള്ളത് ഇപ്പോൾ മാത്രമാണ്. ഇത് മനസ്സിലാക്കാൻ ഒരു അടിപൊളി ഉദാഹരണമുണ്ട്. ഒരു ചുഴലിക്കാറ്റ് സങ്കല്പിക്കുക. പുറത്ത് ഭയങ്കര കാറ്റും ബഹളവും, നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും ടെൻഷനുമൊക്കെ പോലെ. പക്ഷേ എല്ലാ ചുഴലിക്കാറ്റിനും നടുവിൽ ഒരിടമുണ്ട്: ദി ഐ ഓഫ് ദ സ്റ്റോം എന്ന് പറയും. അവിടെ മരണത്തിന്റെ ശാന്തതയായിരിക്കും. ആ ശാന്തമായ കേന്ദ്രമാണ് ഇപ്പോൾ. പുറത്ത് എന്ത് കോലാഹലം നടന്നാലും നിങ്ങൾക്ക് സമാധാനത്തോടെ കയറി നിൽക്കാൻ പറ്റുന്ന ഒരിടം. ഓക്കെ, ഇതൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ട്. പക്ഷേ എങ്ങനെ ഈ ചുഴലിക്കാറ്റിന്റെ നടുവിലേക്കെത്തും? എങ്ങനെ ഈ ചിന്തകളുടെ ബഹളമൊക്കെ നിർത്തി ഈ നിമിഷത്തിലേക്ക് വരും, അല്ലേ? നല്ല ചോദ്യമാണ്. ഭാഗ്യത്തിന്
ടോൾ നമുക്ക് കുറച്ച് സിമ്പിൾ വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. അപ്പൊ ഇനി എങ്ങനെ എന്നതിലേക്ക്. അദ്ദേഹം ഇതിനെ വെറും ടെക്നിക്കുകൾ എന്നല്ല വിളിക്കുന്നത്, കവാടങ്ങൾ എന്നാണ്. കാരണം ഇവ ഓരോന്നും നമ്മളെ ചിന്തകളുടെ ലോകത്ത് നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക്, അതായത് വർത്തമാന കാലത്തിലേക്ക് തുറക്കുന്ന വാതിലുകളാണ്. ഒന്നാമത്തേത്, നിങ്ങളുടെ ചിന്തകളെ നിരീക്ഷിക്കുക. ഒരു പുഴയുടെ സൈഡിലിരുന്ന് വെള്ളത്തിൽ ഒഴുകിപ്പോകുന്ന ഇലകളെ നോക്കുന്നത് പോലെ ജഡ്ജ് ചെയ്യാതെ, പിടിച്ചു നിർത്താൻ ശ്രമിക്കാതെ വെറുതെ നോക്കിയിരിക്കുക. 2, ശ്വാസത്തിൽ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ശ്വാസം എപ്പോഴും ഇപ്പോഴാണ്. അതൊരു നങ്കൂരം പോലെ നിങ്ങളെ ഈ നിമിഷത്തിൽ പിടിച്ചു നിർത്തും. 3, നിങ്ങളുടെ ശരീരത്തിനുള്ളിലെ ജീവൻ ഫീൽ ചെയ്യാൻ നോക്കുക. കൈയിലോ കാലിലോ ഒക്കെയുള്ള ആ ഒരു ചെറിയ വൈബ്രേഷൻ, ആ ഒരു അലൈവ്നെസ്. 4, ഒരുപക്ഷെ ഏറ്റവും പ്രധാനം, ഈ നിമിഷത്തെ ചെറുക്കാതെ അങ്ങ് അംഗീകരിക്കുക. നല്ലതായാലും ചീത്തയായാലും ഇതാണിപ്പോൾ ഉള്ളത് എന്ന് സമ്മതിക്കുക. അപ്പോ നമ്മൾ ഈ വഴികളൊക്കെ ഉപയോഗിച്ച് ഇപ്പോ ജീവിക്കാൻ തുടങ്ങിയാൽ എന്ത് സംഭവിക്കും? നമ്മുടെ ജീവിതം എങ്ങനെ മാറും? അതാണ് നമ്മൾ അടുത്തതായി കാണാൻ പോകുന്നത്, ദ റിയൽ ഗെയിം ചേഞ്ചർ. ഈ സ്ക്രീനിലേക്ക് നോക്കൂ. ആ വ്യത്യാസം വളരെ ക്ലിയറായി കാണാം. ഒരു സൈഡിൽ മനസ്സിൽ ജീവിക്കുമ്പോഴുള്ള അവസ്ഥ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ എതിർപ്പ്, ടെൻഷൻ, ഡ്രാമ. മറു സൈഡിലോ, വർത്തമാനകാലത്തിൽ ജീവിക്കുമ്പോൾ കിട്ടുന്നത് സ്വീകാര്യത, ആഴത്തിലുള്ള സമാധാനം, ക്ലാരിറ്റി. ഇതൊരു ചെറിയ മാറ്റമല്ല, നമ്മുടെ ജീവിതം മൊത്തത്തിൽ മാറുന്നൊരു അനുഭവമാണ്. ഈ മാറ്റം ഏറ്റവും കൂടുതൽ നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്നത് എവിടെയാണെന്നറിയോ? നമ്മുടെ റിലേഷൻഷിപ്പുകളിൽ. നമ്മൾ ആ പെയിൻ ബോഡിയുടെ കയ്യിലെ പാവേ ആകാതെ മറ്റൊരാളെ ശരിക്കും കേൾക്കാൻ തുടങ്ങും. അവരുടെ വാക്കുകൾ മാത്രമല്ല, അതിനു പിന്നിലെ നിശബ്ദത പോലും നമ്മൾ കേൾക്കും. ഓർക്കുക, നമുക്കൊരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് എന്താ? നമ്മുടെ 100% ശ്രദ്ധ, പ്രസൻസ്. കീഴടങ്ങുക അല്ലെങ്കിൽ സറണ്ടർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും അതൊരു തോൽവിയാണെന്ന്. പക്ഷെ ടോളിന്റെ കാഴ്ചപ്പാടിൽ അതൊരു വലിയ ശക്തിയാണ്. ജീവിതമെന്ന പുഴയുടെ ഒഴുക്കിനെതിരെ നീന്തി തളരുന്നതിനു പകരം അതിന്റെ കൂടെ അങ്ങ് ഒഴുകാൻ പഠിക്കുക. നമ്മൾ എപ്പോഴാണോ ചെറുത്തുനിൽപ്പ് നിർത്തുന്നത്, അപ്പോൾ തീരും നമ്മുടെ ദുരിതം. അതുകൊണ്ട് ഈയൊരു ചർച്ചയുടെ എല്ലാം കാതലായ സന്ദേശം ഇതാണ്: സമാധാനമെന്നത് പുറത്തുള്ള സാഹചര്യങ്ങൾ ശരിയാക്കിയിട്ട് കിട്ടുന്ന ഒന്നല്ല. ജോലി മാറിയാലോ, സ്ഥലം മാറിയാലോ, ആള് മാറിയാലോ അത് കിട്ടില്ല. സമാധാനമെന്നത് നമ്മൾ ആരാണെന്ന് ഉള്ളിന്റെ ഉള്ളിൽ തിരിച്ചറിയുമ്പോൾ, ഈ നിമിഷത്തിൽ 100% ജീവിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകുന്ന ഒന്നാണ്. അതൊരു ഇൻസൈഡ് ജോബാണ്. അപ്പോ നമ്മൾ ഇത് പറഞ്ഞു നിർത്തുമ്പോൾ ഞാൻ ഈ ഒരു ചോദ്യം നിങ്ങളുടെ മുന്നിൽ വയ്ക്കുകയാണ്. ഈ ശ്വാസം, ഈ ഹൃദയമിടിപ്പ്, ഈ ഒരൊറ്റ നിമിഷം, ഇതാണ് നിങ്ങളുടെ ജീവിതം, വേറൊന്നുമല്ല. ചോദ്യം ഇത്രയുള്ളൂ: നിങ്ങൾ അതിനായി ഇവിടെയുണ്ടോ? ഈ നിമിഷത്തിൽ ജീവിക്കുന്നുണ്ടോ? ഉത്തരം പുറത്തെവിടെയുമല്ല, നിങ്ങളുടെ ഉള്ളിൽ തന്നെയുണ്ട്, ഇവിടെ, ഇപ്പോൾ.